ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ളോഗ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സദ്യ സ്പെഷ്യൽ അവിയലുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിന്ന് ഈ ഉരുളിയിലാണ് നമ്മുടെ അവിയൽ തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് കുക്കറിലും വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. അതിന് ഒരു വിസിൽ മാത്രം മതി കുക്കറിലാണെങ്കിൽ. അവിയലിന് ആവശ്യമായ പച്ചക്കറികളൊക്കെ ഇതുപോലെ ഏതാണ്ട് ഒരേ വലുപ്പത്തിൽ തന്നെ മുറിച്ച് വെക്കുക. ചേന ഒരു 100 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മുരിങ്ങാക്കായ്, ഒരു വലിയ മുരിങ്ങാക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പയർ, ഒരു 3 പയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്ന ക്യാരറ്റാണ്, ഒരു വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പാവയ്ക്കാണ്. ഇതിന് കയപ്പക്ക എന്നൊക്കെ പറയും. കയപ്പക്കയുടെ ഒരു 1/4 ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കാരണം അധികം ആയാൽ കയ്പ്പായി പോവും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പച്ചക്കായാണ്. അത് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് വരെ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. അതിനുശേഷം ഞാനൊരു 3 പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എരിവിനനുസരിച്ച് ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചേർക്കാൻ വിട്ടുപോയി. ഇതേ സൈസിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ചേർക്കുക. പിന്നെ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ പച്ചക്കറീൻ്റെ അതേ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ചേർത്ത വെള്ളത്തിൻ്റെ അളവ് കാണിക്കാൻ വേണ്ടി കുറച്ച് സൂം ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ വെള്ളം തീരെ കുറഞ്ഞു പോകാനും പാടില്ല, കൂടാനും പാടില്ല. ഈ ഒരു ലെവലിൽ മതി. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യമേ ഉപ്പ് ചേർത്താൽ ഇത് വെന്ത് കിട്ടില്ല. അപ്പം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ വേണ്ടത് അരപ്പിനാവശ്യമായ തേങ്ങയാണ്. ഒരു തേങ്ങയുടെ പകുതി ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അത് 2 ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ അരപ്പിന് വേണ്ടി കുറച്ച് തേങ്ങ നല്ലോണം അരയ്ക്കുകയും വേണം, ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയേ വേണ്ടൂ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉരുളീൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഈ പച്ചക്കറിക്കും പിന്നെ തേങ്ങയ്ക്കും തൈരിനും കൂടിയുള്ള ഉപ്പ് ചേർക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതൊരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. നേരത്തെ എടുത്ത് വെച്ചാൽ ബാക്കിയുള്ള പകുതി തേങ്ങയാണ് ഞാനിതിലേക്ക് ചേർത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അധികം അരയ്ക്കരുത്, ഒരു 2-3 സെക്കൻഡ് അരച്ചെടുത്താൽ മതി. തേങ്ങ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. 2 അരപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. വീട്ടിലുണ്ടാക്കിയ തൈരായതുകൊണ്ട് അത്യാവശ്യം പുളിയുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തൈരാണെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണമെങ്കിൽ പച്ചമുളക് കുറച്ച് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിരിക്കുകയാണ്.
വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കാം. വെണ്ടയും തക്കാളിയും വഴുതനങ്ങയും ഒഴികെ ബാക്കിയെല്ലാം കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കാം. അപ്പോൾ സദ്യയൊക്കെ വെക്കുമ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്